അപ്പോൾ ഇന്ന് ഒരു ഗ്രീൻ പീസിൻ്റെ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ നല്ല ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാരണ പാക്കറ്റ് കിട്ടുന്ന ഗ്രീൻ പീസിൽ കുതിർത്തിട്ട് കുക്കറിൽ സാധനം വേവിച്ചെടുക്കില്ല, അതുപോലെ വേവിച്ചെടുത്താലും മതി. ഇതിനെ നമുക്ക് ആദ്യം പൊളിച്ചെടുക്കാം. പൊളിച്ചെടുക്കുന്ന സമയത്തിൽ ഇവിടെ ഒരു കൊതിയൻ പപ്പൂസുണ്ട്. അപ്പോൾ അവൻ ആദ്യം കൊടുക്കാം കേട്ടോ. അവൻ ആദ്യം കൊടുത്തില്ലെങ്കിൽ പൊളിക്കാനേ സമ്മതിക്കില്ല. അപ്പോൾ അവനെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയെടുക്കാം. ഏകദേശം 3/4 കിലോയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തുടം വെളുത്തുള്ളി, അതിനകത്ത് ഒരു ഏകദേശം ഒരു 10-21 അല്ലി വെളുത്തുള്ളിയുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു പിടി മല്ലിയില. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും ടൊമാറ്റോയും സെപ്പറേറ്റ് ആയിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മൂട് കട്ടിയുള്ള ഒരു ചട്ടി ആയാലും മതി. ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ ആയാലും സാരമില്ല. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് 3-4 ഉലുവയില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഈ ഉലുവയ്ക്ക് പകരം കസൂരി മേത്തി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇട്ട ഉടനെ തന്നെ ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഉടനെ തന്നെ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കരിഞ്ഞു പോകാതിന് ഉടനെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയില്ല, അതിൻ്റെ പകുതിയുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വെച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ മാറി ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വന്ന് അതിൽ എണ്ണയൊക്കെ ജസ്റ്റ് തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇടേണ്ടതായിരുന്നു, മറന്നുപോയിട്ടാണ്. ഇപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ നല്ലവണ്ണം മാറി വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഉണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് നല്ലവണ്ണം തന്നെ വഴറ്റിയെടുക്കുക. വഴറ്റിക്കണ്ടില്ല, നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈരില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് അടച്ചു വെച്ചേക്കുക. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ്. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പാലും കൂടി ചേർത്തൊഴിക്കാം. അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒന്ന് ജസ്റ്റ് ഒരു ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഗ്രീൻ പീസ് വേവാനുള്ള വെള്ളവും കൂടി വേണം. അതുകൊണ്ട് 1/2 കപ്പും കൂടി എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാൻ. നല്ലവണ്ണം തിളച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടുള്ള ഗ്രേവിയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊളിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അല്ല നമ്മൾ ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ കുക്കറിൽ വേവിച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ പാകണമെന്ന് നോക്കിയിട്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം വീണ്ടും ഇതിനെ അടച്ചു വെച്ച് 10 മിനിറ്റ് വെച്ചേക്കാം. ഓൾറെഡി കുക്കാക്കിയ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പക്ഷെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതിന് വേവാൻ സമയമെടുക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് അത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഗ്രീൻ പീസ് വെന്തോ ഇല്ലേന്ന്. ഇത് 10 മിനിറ്റ് വെച്ചതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ വെച്ചിരിക്കുന്ന മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കണ്ടില്ലേ, സൂപ്പർ ലുക്കിലൊരു ഗ്രീൻ പീസ് കറി. ലുക്ക് മാത്രമല്ല, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനത് 2 നേരത്തേക്ക് വെച്ച കറിയാണ്. രാവിലെ പുട്ടിനും വൈകുന്നേരം ചപ്പാത്തിക്കും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.